ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ തലേദിവസത്തെ തെരണ്ടിക്കറി ഇരിക്കണുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും റെഡിയായിട്ടിരിക്കണേണ്. ഇനി എന്തെങ്കിലും പച്ചക്കറി വെക്കാമെന്നും പറഞ്ഞ് ഫ്രിഡ്ജിൽ തപ്പിയപ്പോഴേക്കും കുറച്ച് ബീൻസും ഒരു വലിയ ക്യാരറ്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എന്തായാലും ഒന്ന് തോരൻ വെച്ച് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ അഴിച്ചെടുക്കണ ഇത് കണ്ടു. ഇത് കത്തിക്ക് മൂർച്ച വെക്കണതാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഞങ്ങൾ രാത്രി വെറുതെ ഒന്ന് പുറത്ത് പോയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എടപ്പള്ളിയിൽ പെരുന്നാളാണെന്ന് ഒട്ടും ഓർത്തില്ല. അവിടം വരെ ഒന്ന് ചുറ്റി വരാമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോഴേക്കും എടപ്പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ അവിടെ നിന്ന് മേടിച്ചതാണ് ഈ കത്തിക്ക് മൂർച്ച വെക്കണ സാധനം. പക്ഷേ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റും. നമ്മൾ ഈ കല്ലിട്ടൊന്നും കൊണ്ടേ ഉരച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ ബീൻസ് ക്യാരറ്റൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തോരന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണേണ്. ബീൻസ് അരിഞ്ഞെടുക്കണുണ്ട്. ക്യാരറ്റ് ഞാൻ ഈ ചോപ്പറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരിഞ്ഞ് സമയം കളയണ്ട. ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് റെഡിയായി കിട്ടും. ഇതെനിക്ക് എൻ്റെ ഒരു ആൻറ്റി തന്നേ കേട്ടോ. സിനിത ആൻറ്റി എന്ന് പറയുന്ന ആൻറ്റിയാണ് എനിക്കിത് തന്നത്. ഇനിയുള്ള എൻ്റെ പണികളെന്ന് വെച്ചാൽ രാവിലെ തന്നെ കുറച്ച് തുണി ഞാൻ മിഷ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് മറന്നുപോയി സത്യം പറഞ്ഞാൽ വിരിക്കാനായിട്ട്. രാവിലെ വിരിച്ചാൽ നമുക്ക് ഇത്രയും വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ തുണി വിരിക്കാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് കേട്ടോ. ഈ റോഡിൽ ഒരു ചെറിയൊരു അഴയൊക്കെ കിട്ടിയിട്ടാണ് ഞാനും അമ്മയൊക്കെ തുണി വിരിച്ചെടുക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തന്നെ ഞാൻ തോരൻ വെക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രം വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞായറാഴ്ച നമുക്ക് ബീഫ് മേടിച്ചില്ലെങ്കിൽ ഞായറാഴ്ചയാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. മീൻകറി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ബീഫ് മേടിക്കാഞ്ഞത്. അപ്പോൾ കുറച്ച് ചെടികളുണ്ട്. അധികം വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളാണ് കേട്ടോ ഞാൻ വളർത്തിയേക്കണത്. ഇതിൽ മണി പ്ലാന്റും പിന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. മറക്കാണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.